1980-ലാണ് ഈ മറ്റേ ജനാസ ഇവിടെ വരുന്നത്. അത് കടലിലൂടെ ഒഴുകി വന്നതാണ്. അന്നും ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. മഹാനായ ഒരാളെ ഇവിടെ അടക്കം ചെയ്തിട്ടുമുണ്ടത്രേ. ഈ മഖ്ബറയിൽ എത്തുന്നവർക്ക് ഇവിടെ വന്നടിഞ്ഞ ശവശരീരം ഒരു ബുദ്ധിമുട്ടായി മാറി. വടക്ക് ഭാഗത്ത് ഏകദേശം ഒരു 100-150 മീറ്റർ അകലെ ഒരു മഹാനായ മറ്റൊരു ഒരു മഖ്ബറുണ്ട്. ആ മഖ്ബറയുടെ ഏകദേശം അടുത്ത് വന്നിട്ടാണ് ഇത് കരകയറുന്നത്. അവിടുന്ന് അവിടെയുള്ള ആളുകൾക്ക്, നമസ്കരിക്കുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും എന്നതിന്റെ പേരിൽ എന്ത് ചെയ്തു, അവിടുന്ന് അത് തള്ളിവിട്ടു. കടലിലേക്ക് ആ മൃതദേഹം തള്ളിവിട്ട ഒരാൾ പിറ്റേന്ന് പുലർച്ചെ ആ കാഴ്ച കണ്ട് നടുങ്ങി നിന്നു. തലേന്ന് താൻ കടലിലേക്ക് തള്ളിവിട്ട മൃതദേഹം ഇന്നിതാ തന്റെ വീട്ടുമുറ്റത്ത് വന്നടിഞ്ഞിരിക്കുന്നു. തള്ളിവിട്ട ചിപ്പന്റെ മൊയ്തുറ്റി എന്ന് പറയുന്ന ആളുടെ വീടിന്റെ നേരെ മുന്നിൽ വന്ന് കയറി. വീണ്ടും അത് അവിടുന്ന് തള്ളിവിട്ടു. ആണുങ്ങൾ പോകുമ്പോൾ കടലിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ അത് ഒഴുക്കിനെതിരായിട്ടാണ് ഇത് സാധനം റിട്ടം വന്നിരുന്നത്. മയ്യം തെക്ക് ഭാഗത്തേക്ക് ഒഴുക്ക് വരുമ്പോൾ വടക്ക് വശത്തേക്കാണ് മയ്യം ഒഴുകി വന്നിരുന്നത്. തള്ളി വിട്ടിട്ടും റിട്ടം കയറി വന്നിരുന്നത് അങ്ങനെയാണ്. ഇവിടേക്ക് തന്നെ വന്നെത്തിയ ആ മൃതദേഹം ഈ കടൽക്കരയിൽ 21 ദിവസം കിടന്നു. ഇത്രയധികം ദിവസം കിടന്നിട്ടും മൃതദേഹത്തിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചില്ലത്രേ. വന്ന് 21 ദിവസം ഇവിടെ മറ്റേ വെയിലും മഴയും കൊണ്ട് ഒരു നായ, കുറുക്കൻ ഇങ്ങനെയുള്ള ജീവികളിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെട്ടും കൊണ്ട് ഇവിടെ കിടന്നു എന്നുള്ളത് വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ സ്ത്രീയുടെ മൃതദേഹം വന്ന ദിവസം തന്നെ മറ്റൊരു പുരുഷന്റെ മൃതദേഹം വന്നടിഞ്ഞെങ്കിലും അത് ചീഞ്ഞളിഞ്ഞുപോയി. എന്നാൽ ഈ മൃതദേഹത്തിൽ ജന്തുജാലങ്ങളൊന്നും തൊട്ടതുപോലുമില്ലത്രേ. വന്ന് 21 ദിവസം ഇവിടെ കിടന്ന് എന്നിട്ട് പോലും ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു വല്ല അഴുക്ക് മറ്റേ ചീഞ്ഞളിക്കുക, അല്ലെങ്കിൽ വല്ല നായ, കുറുക്കൻ അങ്ങനെയുള്ള മൃഗങ്ങൾ ഭക്ഷിക്കുക, അല്ലെങ്കിൽ കാക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിലനിൽക്കുക, അങ്ങനെയുള്ള ഒരു ആക്രമജീവികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണവും ഈ ബോഡിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 21 ദിവസം കരയിൽ കിടന്നു. അതിന് യാതൊരു കേടും പറ്റില്ല ഈ ബോഡിക്ക്. 21 ദിവസം കിടന്നപ്പോൾ യാതൊരു കേടും പറ്റാത്ത കണ്ടപ്പോൾ അന്നുള്ളവർ അതിനടുത്ത് മറവ് ചെയ്തു. കൂട്ടത്തിൽ വേറൊരു പുരുഷന്റെ ശരീരം കൂടെ അതുണ്ടായിരുന്നു. അത് അപ്പോഴേ 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ ചീഞ്ഞളിഞ്ഞു പോയി. അങ്ങനെ പോലീസുകാരൊക്കെ വന്ന് നോക്കിപ്പോയി. ഇത് പോലീസുകാർ ഇതിനോട് അടുക്കാനോ മറ്റുള്ളതിനെ വന്നില്ല. വസ്ത്രധാരണത്തിൽ ഒരു തികഞ്ഞ മുസ്ലിം സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതോടെ ആ മൃതദേഹം ഇവിടെ ഇസ്ലാമിക ആചാരപ്രകാരം ഖബറടക്കി. വസ്ത്രധാരണയിലൂടെ ഒരു മുസ്ലിം സ്ത്രീയാണെന്നുള്ളതാണ് അന്ന് നമ്മളതിന് വരെ. എന്താ അവർ ധരിച്ചിരുന്നത്? അവർ ധരിച്ചിരുന്നത് ഫുൾ കൈയുള്ള കഴുത്തോളം വരുന്ന മുസ്ലിം സ്ത്രീകൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പെൺകുപ്പായം എന്നാണ് പറയുക. അങ്ങനത്തെ ഒരു വസ്ത്രമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യകാലത്ത് ഈ ഖബർ സാധാരണ ഖബർ മാത്രമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇത് പ്രശസ്തമായി. ദിനേന 100 കണക്കിന് ആളുകൾ ഇവിടെ വരാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ ഇതിന് ദിവ്യത്വമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഒരു മുസ്ലിം സ്ത്രീയുടെ ജനാസ ആണല്ലോ എന്നുള്ള തോന്നലിൽ നിന്ന് ഇവിടെയുള്ള ചില ആളുകളുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ട് ഇതിനെ മറമാടി എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ പുതുപ്പൊന്നാനി മുനമ്പത്ത് പള്ളി ഇന്ന് അജ്ഞാത മൃതദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മുനമ്പത്ത് ബീവി എന്ന പേരിൽ അവരിന്നറിയപ്പെടുന്നു. അവരുടെ കറാമത്തുകളുടെ കഥകൾ നാടാകെ പരന്നിരിക്കുന്നു. അറബിക്കടലിനെ വകഞ്ഞു മാറ്റിയെന്നോണം രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്.
ഭൗതികശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടാണ് ഈ പ്രദേശത്തിന് മുനമ്പം എന്ന പേര് വന്നത്. ഈ സ്ഥലം ഇത്തിരി കടലിലേക്ക് കയറിക്കുന്നതിന്റെ പേരിലാണ് മുനമ്പം എന്നുള്ള പേര് വരാൻ കാരണം. ഈ സ്ഥലത്തിന്റെ പേര് പുതുവന്നാനിന്നാണ്. ഒരിക്കൽ ഇതുവഴി മീൻ പിടിക്കാൻ പോയ ചിലർ ഒരു കാഴ്ച കണ്ടെത്തി. പാതിരാത്രിയിൽ ശുഭ്രവസ്ത്രധാരികളായ ചിലർ മുനമ്പത്ത് ബീവിയുടെ ഖബറിനരികിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച. ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി വരുന്ന പല ആളുകളും പിന്നെ രാത്രി കാലങ്ങളിൽ വെള്ള വസ്ത്രം ധരിച്ച ആളുകൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞു. അതിനുള്ള അടയാളങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. കടലിൽ ഒരു ഡെഡ് ബോഡി യാതൊരു വിധമായ പാഴുകേടും ഇല്ലാതെ കണ്ടിട്ട് അത് ദുഷിച്ചു നാറി പോകാതെ ചീഞ്ഞഴിഞ്ഞ് പോകാതെ ഡെഡ് ബോഡി മനുഷ്യ രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് വന്ന് ചേർന്നപ്പോഴത്തേക്ക് അവർ ഈശ്വരന്റെ അടി ഉറച്ച് അവരെ അർപ്പിച്ച് ജീവിച്ചവരാണെന്ന് പോലെ ഇതിൽ പല തെളിവുണ്ടല്ലോ. പിന്നെ ഇവിടെ പല അത്ഭുതങ്ങളും നടന്നത്രേ. നടക്കാൻ പോലും കഴിയാതെ ഇവിടെ വന്ന രോഗികൾ സ്വന്തം കാലിൽ നടന്നുപോയത്രേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പല ആളുകളായിട്ട് വരുന്നുണ്ട്. നടക്കാൻ പറ്റാത്തവർ വന്ന ചരിത്രങ്ങളുണ്ട്, എന്നിട്ട് അവർ നടന്നുപോയ ചരിത്രങ്ങളുണ്ട്. വീൽ ചെയറിൽ വന്നതാണ് ഫസ്റ്റ്. ഇങ്ങോട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ വീൽ ചെയറിലാണ് കൂടുന്നത്. തിരിച്ച് അവർ ഒരാഴ്ച ഇവിടുത്തെ ദിക്കറിലും അവിടുത്തെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് നല്ല രീതിയിൽ നടന്നുപോയ സംഭവങ്ങളുണ്ട്. പലരും മനോരോഗികളെയും കൂട്ടി ഇവിടെ വരുന്നു. ചിലരെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നു. രോഗബാധകൾ മാറി പലരും മടങ്ങിപ്പോകുന്നുണ്ടെന്ന് വിശ്വാസികൾ അവകാശപ്പെടുന്നു. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ തൊട്ടടുത്ത സ്ഥലത്തുള്ള ഒരു അബു എന്ന് പറഞ്ഞ ആൾക്കാണ് ഫസ്റ്റായിട്ട് ഇവിടുന്ന് കറാമത്ത് കാണുന്നത്. പുള്ളിക്കാരനൊക്കെ ഒരു മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടായിരുന്നു. അതിവിടെ വന്ന് ഈ മക്ബറിൻ്റെ അടുത്ത് വന്നപ്പോൾ അവിടെ നിന്ന് ഇളകി പറഞ്ഞു. ആ പുള്ളിക്കാരൻ അതിന് ഫസ്റ്റായിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഈ വിഷയം. ഇവിടെ ഇങ്ങനെ നല്ലൊരു പുണ്യമുള്ള സ്ഥലമാണെന്നും അസുഖം മാറി പടച്ചവനോട് ദുവാ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് മുനമ്പം ബീവിയുടെ ദുവാബർക്കത്തും അള്ളാഹു സുബ്ഹാനല്ലാഹയുടെ ശക്തിയും കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടത്തി തരാനാണ് നമ്മൾ എന്നും തേടുന്നത്. അല്ലാണ്ട് നമ്മൾ ആരാധിക്കലല്ല. നമ്മൾ ഈ രണ്ടുപേരുടെയും മീഡിയേറ്റർ എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ഒരു കേസ് വാദിക്കാൻ ഒരു വക്കീലിനെ വെക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു മീഡിയേറ്റർ എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ ദുവാബർക്കത്ത് നമ്മൾ പടച്ചവനോട് നേരിട്ട് തേടുന്നുണ്ട്. പക്ഷെ അവരുടെ ദുവാബർക്കത്തും കൂടെ പടച്ചവൻ നമുക്ക് തരുന്നു. അത് ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ട്. മുനമ്പത്ത് ബീവിയുടെ കറാമത്തുകളെ നിഷേധിച്ചവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായെന്നും ഇവിടെ ഒരു കഥയുണ്ട്. ഇവിടെയുള്ള ഒരാള് അവര് കുടുംബത്തിൽ ചെറിയൊരു വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പിന്നെ ഇതിനെ അവഹേളിച്ചും കൊണ്ട്, കാരണം ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, വീശാൻ വേണ്ടി പോകുന്ന വല വീശാൻ വേണ്ടി പോകുന്ന ആളുകൾ അങ്ങനെ കണ്ടെന്ന് പറയും, ഇങ്ങനെ കണ്ടെന്ന് പറയുന്നപ്പോൾ അതിനെ നിഷേധിച്ചും കൊണ്ട് അദ്ദേഹം സംസാരിച്ചതായിട്ടും പിന്നീട് അദ്ദേഹത്തിന് ഒരു വയറുവേദന അനുഭവപ്പെട്ടപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ വല്ല കാരണത്തിന്റെ പേരിലാണ് നിങ്ങൾക്കത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എന്തോ ഒരു കാണിക്കാൻ നെയ്യത്താക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അസുഖം മാറി എന്നുള്ളതാണ് ഇവിടെ ആദ്യമായിട്ടൊരു പ്രചരണം വന്നത്. ഈ മുനമ്പത്ത് ബീബിയുടെ പേരിൽ ഇവിടെ ഈ സ്ഥലം അറിയപ്പെടാൻ കാര്യം എന്താ? ഇത് കൂടുതലും കറാമത്ത് കാരണം കൊണ്ടാണ് ഇന്ന് ലോകം അറിയപ്പെടുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾക്ക് ക്യാൻസർ മാറിയതും, കിഡ്നിന്റെ കംപ്ലൈന്റ് ഉള്ളവർക്ക് കിഡ്നിന്റെ അസുഖം മാറിയത്, സന്താനം ഇല്ലാത്തവർക്ക് സന്താനം ഉണ്ടായി, അങ്ങനെ പലവിധ കാരണങ്ങളാലും ലോകം അറിയപ്പെട്ടത് അങ്ങനെയാണ്. ഇന്ന് ഇവിടെ എത്തുന്നവർക്കൊക്കെയും പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ. കടൽ കടന്നുപോലും ഇവിടെ എത്തുന്ന നിരവധി വിശ്വാസികളുണ്ട്. പല രാജ്യത്തു നിന്നും വന്നിട്ട് ക്യാൻസർ മാറിയ ആളുകളെ ചരിത്രം, അതിൻ്റെയൊക്കെ ഹിസ്റ്ററി തന്നെ അവരുടെ പേരും അഡ്രസ്സൊക്കെ ഇവിടെ രേഖാമൂലം എഴുതി വെച്ചിട്ടുമുണ്ട്. കാരണം ഒരു സമയത്തിന് ചോദിച്ചു വന്നത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രേഖാമൂലം ഉണ്ട്. പിന്നെ ചാവക്കാടുള്ള ഒരു അസീസ് ഡോക്ടർക്ക് 16 വർഷമായിട്ട് കുട്ടികളില്ലാതായിട്ട് അവർക്ക് ഇവിടുന്ന് ഈ മക്കാമെന്ന് പഴം മന്ത്രിച്ചു കൊടുത്തിട്ടാണ് കുട്ടികൾ ഉണ്ടായത്. ഞങ്ങളൊരു 22 വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട് അങ്ങനെ വരാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു നേർച്ച നേർന്ന് മുനമ്പം ബീവിയുടെ പേർക്ക് നമ്മൾ ഈ ആസീനോദി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പടച്ചോൻ അത് നടത്തി തരാറുണ്ട്. അത് പടച്ചോന്റെ കൃപ കൊണ്ടും മുനമ്പം ബീവിയുടെ ദുആ കൊണ്ടും അങ്ങനെയാണ് നമ്മളത് ഇത്രയും കാലങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തീരുമാനിച്ചാൽ പെട്ടെന്ന് തന്നെ പോരാം, അല്ലാണ്ട് ഒരു മുന്നൊരുക്കങ്ങളൊന്നുമില്ല. നമ്മൾ ബീവിയുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോരലാണ്. ഇതിപ്പോ ഞങ്ങൾ വിചാരിക്കാത്ത യാത്രയാണ്. വിശ്വാസികൾ ഇടുന്ന കാണിക്കയ്ക്ക് മാത്രം വൻ തുകകളുടെ കണക്ക് പറയാനുണ്ട്.
പുതുപ്പൊന്നാനി എന്ന ഈ ഗ്രാമം തന്നെ ഇന്ന് മുനമ്പത്ത് പള്ളിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. കേട്ടറിഞ്ഞ് പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരാനും ഇവിടെ കാശിടാനും ഇവിടെ പ്രാർത്ഥനകൾ നടത്താനും തുടങ്ങി. അങ്ങനെ തുടങ്ങി വന്നപ്പോഴേ ഇതിനൊരു 14 ചെറുപ്പക്കാർ കൂടിയിട്ടുള്ള ഒരു സംരക്ഷണ സമിതി എന്നിട്ട് രൂപീകരിക്കുകയും അവരുടെ കൈകളിൽ ഇത് ഒതുങ്ങാത്ത, കാരണം അവരുദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ വരുമാനങ്ങൾ ഇതിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ പിന്നീട് അത് മഹല്ല് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. മുനമ്പത്തി ബീബി ആരായിരുന്നു? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എവിടുന്ന് വന്നതാണെന്നോ എന്താണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നിപ്പോ ഇതിന്റെ ഈ വരുമാനം കൊണ്ട് ഈ നാട് നിലനിന്ന് പോകുന്നത് ഇവിടുത്തെ മതപരമായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പണം കൊണ്ടാണ്. അപ്പൊ ഒരു കാലത്ത് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമായി നിന്ന ഗ്രാമമാണിത്. കാരണം മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണിത്. ഇവരിവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ 25ലധികം വർഷമായിട്ട് ഈ കാണുന്ന സ്ഥാപനങ്ങൾ ബാഹ്യമായിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. ഈ കാണുന്ന ഈ സ്ഥാപനങ്ങളെല്ലാം ഇവർക്ക് വേണ്ടി അവർ നൽകിയതാണ്. ആ വരുമാനത്തോടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് അവർ കൊടുത്ത സംഭാവനയാണ്. അവരെ ഇവർ വിശ്വസിച്ചത് കൊണ്ട് മതപരമായിട്ട് കുട്ടികളെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളം. അതുപോലെ മതപരമായിട്ട് പഠിച്ചു വന്നവർക്ക് ജോലി കൊടുക്കുന്ന കോളേജുകളും സ്കൂളുകളും ബാക്കിയുള്ളതുമൊക്കെ. അതുപോലെ പിന്നെ എന്തൊക്കെ ഇവർ നടത്തുന്നതൊന്നും അന്വേഷിച്ചിട്ടില്ല. മുനമ്പത്ത് ബീവിയെക്കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ പരന്നതോടെ അവരുടെ മാതാപിതാക്കളെന്ന് അവകാശപ്പെടുന്ന ചിലർ ഇവിടെ എത്തി. അത് ഇവിടെ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. എവിടെ പോയി കിടക്കുന്നു? അടുത്ത നിയമസഭാ സമ്മേളനം പാലായിൽ എന്റെ തറവാട്ടി വെച്ച് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വോഡഫോൺ കോമഡി സ്റ്റാർസ് സമർപ്പിക്കുന്നത് വോഡഫോൺ. 1ാം സമ്മാനം നേടുന്ന ടീമിന് കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റ് കൊച്ചിയിൽ. മരുത്വ ഫോർമെൻ അവതരിപ്പിക്കുന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. മുനമ്പത്ത് ബീവിയുടെ മാതാപിതാക്കളെന്ന് അവകാശപ്പെട്ടെത്തിയവർ വ്യാജന്മാരെന്ന് മനസ്സിലാക്കാൻ ഏറെ നേരം വേണ്ടി വന്നില്ല. കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ ഒരു പുരുഷനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മകളാണ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ അല്ല, ഞങ്ങളല്ല, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇതിന്റെ നടത്തിപ്പ് മറ്റേ കമ്മിറ്റിയുടെ അധീനയിലായിരുന്നു ഇതിന്റെ നടത്തിപ്പ്. അപ്പം അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ അടുത്ത് വിശദമായിട്ട് ചോദിച്ചു, എവിടെ നിങ്ങളുടെ സ്ഥലം, ഇതെങ്ങനെ വന്നു? കാരണം അവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയില്ലായിരുന്നു. പക്ഷെ ഇത് കടലിലൂടെയാണ് വന്നതെന്നുള്ള ഒരു സാമാന്യ അറിവ് പോലും അവർക്ക് ഇല്ലാതാണ് അവരിവിടെ വന്നത്. അതിൽ നിന്ന് തന്നെ അടുത്ത ചോദ്യം ചെയ്യലിൽ നിന്ന് ചെയ്തു, അവർ വ്യാജന്മാരാണെന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ എന്തെങ്കിലും ഒരു സംഭാവനകളും കിട്ടും എന്ന് കണക്കൂട്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്, അല്ലാതെ ഞങ്ങൾ ഇതിന്റെ യഥാർത്ഥ അവകാശികളല്ല എന്നവർ പറഞ്ഞു. ഇത്തരം ഖബറിടങ്ങളിലും ഇവിടത്തെ കറാമത്തുകളിലും വിശ്വസിക്കാത്തവരുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കടൽ തിരകൾ മുട്ടിയുരുമി നിൽക്കുന്ന ഒരു പള്ളി മാത്രമാണിത്. പല വിവാദങ്ങളും ഈ സമുദായത്തിൽ പല വിഷയങ്ങളുടെ പേരിലും, തലാഖിന്റെ പേരിലായാലും മറ്റു പല വിഷയങ്ങളുടെ പേരിലും ഇന്ന് സമുദായം ഭിന്നിച്ചും കൊണ്ട് വാദപ്രതിവാദങ്ങളും സംവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഒരു വിവാദം മുസ്ലിം സമുദായത്തിനിടയിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ഉണ്ടായതായിട്ട് അറിയില്ല. എല്ലാവരും ഇതിനെ അംഗീകരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പൊതുവെ എല്ലാ കാര്യത്തിലും വിമർശനം ഉണ്ടാവുമല്ലോ. പക്ഷെ ഞങ്ങൾ അതിലൊന്നും മറുപടി പറയാനോ പോകുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഗുണങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ അതിനോട് ബാക്കിൽ പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇപ്പോൾ പലവർക്കും അനുഭവം, ഈ പറയുന്ന എനിക്കും ഉണ്ട് അനുഭവം. എന്താണ് അനുഭവം? എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൂത്രക്കല്ലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടുന്ന് പൊന്നാനി ഹോസ്പിറ്റലിൽ നിന്ന് തൃശ്ശൂർക്ക് എഴുത്ത് തന്നതാ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടു. പക്ഷെ അവിടുത്തെ ദീർഘത്തെ എണ്ണ കഴിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഞാൻ മൂത്രം ഒഴിച്ച സാധനം വെളിയിൽ വന്നു. 4.5 വർഷം ഞാൻ അതായിട്ട് ബുദ്ധിമുട്ടിയ ആളാണ്. ഞാൻ 2 പ്രാവശ്യം വെളിയിൽ പോയിട്ടടക്കം തിരിച്ചു വന്ന ആളാണ്.